നമസ്കാരം. കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് കൺട്രോളർ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഒരു പുതിയ ഓർഡർ ഇറക്കിയിട്ടുണ്ട്. ഹൈക്കോടതി വിധിയുടെ ഉത്തരവ് പ്രകാരം ആ ഓർഡർ നടപ്പിലാക്കുന്നതിനായി എല്ലാ ADC-മാർക്കും ഓർഡറുകൾ അയച്ചു കഴിഞ്ഞു. ഓർഡറിന്റെ രത്ന ചുരുക്കം ഇതാണ്. കേരളത്തിലെ ന്യായവില ഷോപ്പുകൾ, അതായത് ഇത്തരം ബോർഡുകൾ വെച്ചിരിക്കുന്ന മെഡിക്കൽ സ്റ്റോറുകൾ, ഇനി മുതൽ ആ ബോർഡിന്റെ കൂടെ തന്നെ അവരുടെ മെഡിക്കൽ സ്റ്റോറിലുള്ള മെഡിസിൻസുകൾ എത്ര രൂപയ്ക്കാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് എന്നുകൂടെ വ്യക്തതയോടെ ഒരു ബോർഡ് വെക്കേണ്ടതായി വരും. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, പാരാസെറ്റമോൾ ടാബ്ലറ്റ് MRP 10 രൂപ 50 പൈസയാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന വില 8 രൂപയ്ക്ക് ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ ബോർഡിൽ പാരാസെറ്റമോൾ, ആ കമ്പനിയുടെ പേര്, എത്ര രൂപയാണ് നിങ്ങൾ കൊടുക്കുന്ന വില, അതിന്റെ MRP ഡിസ്കൗണ്ട് റേറ്റ്, അതായത് 10% ആണെങ്കിൽ 10%, 18% ആണെങ്കിൽ 18%, ഇങ്ങനെ ആ ബോർഡിൽ മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു ബോർഡ് വെക്കേണ്ടി വരും. ഇതിന്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ, ഒരു വലിയ മെഡിക്കൽ സ്റ്റോറിൽ അല്ലെങ്കിൽ സാമാന്യം തെറ്റില്ലാത്ത ഒരു മെഡിക്കൽ സ്റ്റോറിൽ 10-25,000-ഓളം മെഡിസിൻസുകൾ ഉണ്ടാവും. ഇതിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്ന എല്ലാ മെഡിസിന്റെയും പേരും അതിന്റെ ഡിസ്കൗണ്ടും വിലവര പട്ടികയും പ്രദർശിപ്പിക്കേണ്ടതായുണ്ട്. ഇത് ഡ്രഗ്സ് കൺട്രോളർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഉത്തരവാണ്, കോടതിയുടെ വിധി പ്രകാരം. ഡ്രഗ്സ് കൺട്രോളർ ഡിപ്പാർട്ട്മെന്റിന്റെ ഈ ഓർഡറിനെ കുറിച്ച് കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബാലകൃഷ്ണൻ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കേരള സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളർ ഇറക്കിയിട്ടുള്ള ഉത്തരവിനെ കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ സ്വാഗതം ചെയ്യുന്നു. ഡിസ്കൗണ്ട് ഷോപ്പുകൾ എന്ന് പറഞ്ഞ് ബോർഡ് വെച്ച് പൊതുജനങ്ങളെ കബളിപ്പിക്കപ്പെടുന്നുണ്ട്. 10% മുതൽ 100% വരെ ഡിസ്കൗണ്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് വളരെ വിരലിലെണ്ണാവുന്ന ചില മരുന്നുകൾ ഒഴികെ ബാക്കിയെല്ലാം വലിയ വിലയ്ക്കാണ് അവിടെ കൊടുക്കപ്പെടുന്നത്. സാധാരണ മെഡിക്കൽ ഷോപ്പുകൾക്ക് വളരെയധികം പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. ഏതെല്ലാം മരുന്നുകൾക്കാണ് വില കുറച്ചു കൊടുക്കുന്നത് എന്നുള്ള വിലവിവര പട്ടിക ഇത്തരം ഷോപ്പുകളിൽ പ്രദർശിപ്പിക്കണം എന്ന വിധി കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ സ്വാഗതം ചെയ്യുന്നു. ഡ്രഗ്സ് കൺട്രോളർ ഡിപ്പാർട്ട്മെന്റിന്റെ ഈ ഓർഡറിനെ കുറിച്ച് AKCDA സംസ്ഥാന സെക്രട്ടറി എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഫാർമസി ആക്ടിനും ഫാർമസി എത്തിക്സിനും വിരുദ്ധമാണ് ഡിസ്കൗണ്ട് ബോർഡ് പ്രദർശിപ്പിച്ച് ഔഷധ വ്യാപാരം നടത്തുക എന്നത്. മഹാരാഷ്ട്രയിലാണെങ്കിൽ ഡിസ്കൗണ്ട് ബോർഡ് പ്രദർശിപ്പിക്കുന്ന ഔഷധ വ്യാപാര സ്ഥാപനത്തിൽ ഫാർമസിസ്റ്റിന്റെ രജിസ്ട്രേഷൻ കൗൺസിൽ ഇടപെട്ട് സസ്പെൻഡ് ചെയ്യപ്പെടും എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. ഔഷധ വ്യാപാര മേഖലയ്ക്കാകെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ബോർഡുകൾ പൂർണ്ണമായും നീക്കം ചെയ്യണം എന്നതാണ് ആൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷന്റെ നിലപാട്. കേരളത്തിലെ ഔഷധ വ്യാപാര മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്ന എല്ലാ നല്ല തീരുമാനങ്ങൾക്കും അസോസിയേഷന്റെ പരിപൂർണ പിന്തുണ എന്നും ഉണ്ടാകും. ഒരു കണക്കിന് നോക്കിയാൽ ഇത്തരം ബോർഡുകൾ നല്ലത് തന്നെയാണ്. കാരണം ഇപ്പോൾ 70%, 80% ഡിസ്കൗണ്ട് എന്ന ബോർഡ് വെച്ചിട്ട് 5% ഡിസ്കൗണ്ട് കൊടുക്കുന്ന ഒരുപാട് മെഡിക്കൽ സ്റ്റോറുകളെ എനിക്ക് തന്നെ നേരിട്ട് അറിയാം. അത്തരം മെഡിക്കൽ സ്റ്റോറുകൾക്ക് മേലെ ഒരു കടി ഞാൻ വരും. ഒന്നുകിൽ ഈ ബോർഡ് വെക്കുക, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മെഡിക്കൽ സ്റ്റോറിന്റെ മുകളിൽ എഴുതിയിരിക്കുന്ന ഡിസ്കൗണ്ട് ബോർഡ് എടുത്തു മാറ്റും. ADC ഓഫീസിൽ നിന്നും അയക്കുന്ന നോട്ടീസിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് അടുത്ത 15 ദിവസത്തിനകം ഇത്തരം ബോർഡുകൾ മാറ്റിക്കൊണ്ട് അവരെ അറിയിക്കണം എന്നാണ്. ഇത് വളരെ സ്ട്രിക്റ്റായ ഒരു നിയമമാണ്. ഇതിനകത്ത് എല്ലാ മെഡിക്കൽ സ്റ്റോറുകാരും അത് ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിക്കാത്തവർക്ക് നേരെ കടുത്ത നിയമ നടപടികൾ വരും എന്നാണ് ഡ്രഗ്സ് കൺട്രോളർ വിഭാഗം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സാധാരണ ജനങ്ങൾക്ക് ഉതകുന്ന ഒരു നല്ല ഉത്തരവാണ് ഇത് എന്ന് തന്നെ പറയേണ്ടി വരും. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ നമസ്കാരം. സൈൻ.